മാഡം, ആ ഇവിടുത്തെ തോട്ടത്തിൽ നിന്നാണോ ആലീസെ? അഴകേശം കൊണ്ടുവന്നതാ. മധുരം ഉണ്ടോന്ന് നോക്കി. ആലീസ് തരുന്ന ഏതിലാ മധുരം ഇല്ലാത്തത്? നല്ല മധുരമുണ്ട്. ആലീസ് ഒന്ന് കഴിക്കേ. ഞാൻ പിന്നെ കഴിച്ചോളാം, മാഡം കഴിക്കും. ഒരു കഷ്ണം ആലീസും കഴിക്കണം. ആലീസിന്റെ കണ്ണ് നിറഞ്ഞല്ലോ. ഇതിനൊക്കെ ഞാൻ അർഹയാണോന്ന് ഓർത്തിട്ട്. പെരുമാറ്റം കൊണ്ടാ ഒരാള് മറ്റൊരാളിലേക്ക് അടുക്കുന്നത്. ആലീസിനെ അന്യായിട്ട് കാണാൻ എനിക്ക് പറ്റില്ല. ആ കഴിക്കുമോളെ, നല്ല മധുരാ. കൊള്ളാമേ. പിന്നെ ആലീസ്, ഇത് ആലീസിന്റെ ഈ മാസത്തെ ശമ്പളമാ. അതിന് സമയമായില്ലല്ലോ മാഡം. ഞാനിതെപ്പോഴായാലും തരേണ്ടതല്ലേ. അപ്പച്ചന് സുഖമില്ലാതെ കിടക്കല്ലേ, ഇന്ന് തന്നെ അനീത്തിയുടെ അക്കൗണ്ടിലേക്ക് ഇട്ടു കൊടുക്ക്. വാങ്ങ ആലീസേ. വാങ്ങിക്കാം. അഴകേശൻ ടൗണിലേക്ക് പോകുന്നുണ്ട്. ആലീസ് ഡ്രസ് ചേഞ്ച് ചെയ്ത് കൂടെ ചെല്ല. ശരി മാഡം. പൈസയ്ക്ക് അവൾക്ക് ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ ചോദിക്കില്ല. അവൾ എന്നെയും അമ്പരപ്പിക്കാം മോളെ. ഒരു ദിവസം അവളുടെ വീട് വരെ ഒന്ന് പോണം. അവളുടെ അപ്പച്ചന് വേണ്ട സഹായം ഒക്കെ ചെയ്തു കൊടുക്കണം. അത് വേണം. ശമ്പളത്തിന് വേണ്ടി മാത്രമല്ല ആലീസ് ഓരോന്ന് ചെയ്യുന്നത്, അവളുടെ കടമ പോലെയാ. എന്ത് ജോലി ചെയ്യുന്നവർക്കും വേണ്ട സ്വഭാവ ഗുണം അതാ. അമ്പിളി വന്നിട്ട് കുറെ നേരമായോ? ഇല്ല. ഇതൊക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചത് ഒരു കൗതുകത്തിന് വേണ്ടിയാ. പഠിക്കുന്ന പുസ്തകങ്ങൾ ഉപേക്ഷിച്ച് കളയുന്ന ശീലം എനിക്കില്ല. അമ്പിളിക്കിത് പ്രയോജനപ്പെടും. കോച്ചിങ് സെന്ററിൽ നിന്ന് കിട്ടാത്ത പലതും ഇതിലുണ്ട്. വളരെ നന്ദിയുണ്ട് മാഡം. നന്ദി പറഞ്ഞാൽ മാത്രം പോരാ, ഇതൊക്കെ നോക്കാനും പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കാനും ഒരു മനസ്സുകൂടി വേണം. ഞാനത് ചെയ്യും. അച്ചുവേച്ചി എനിക്ക് വേണ്ടിയാ കഷ്ടപ്പെടുന്നതെന്ന് എനിക്കറിയാം. അർച്ചനെ പോലൊരു ചേച്ചിയെ കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യം അമ്പിളി. വഴി കാണിച്ചു തരാൻ ആരുമില്ലാതെ നമുക്കൊന്നും ആവാൻ കഴിയില്ല. അർച്ചന 2 ദിവസത്തിലൊരിക്കൽ എന്നെ വിളിക്കാറുണ്ട്. അവൾക്ക് പറയാൻ നിങ്ങളുടെ വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ. കുഞ്ഞിന്റെ കാര്യമൊക്കെ അവൾ മറന്നു. അത് ഒരു കണക്കിന് നല്ല തന്നെയാ. ഇപ്പൊ അർച്ചനയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ അമ്പിളിയാ. എനിക്കതറിയാം മാഡം. റാങ്ക് ലിസ്റ്റ് വന്നാൽ മാത്രം പോരാ, ആദ്യത്തെ 50 റാങ്കിനുള്ളിൽ വരണം. പഠിക്കുന്ന കാര്യത്തിൽ ഞാൻ ഒരു ഉപേക്ഷയും കാണിക്കില്ല മാഡം. അമ്പിളിക്ക് വേണ്ട എന്ത് സഹായവും ഞാൻ ചെയ്തു തരാം. കോച്ചിങ് സെന്ററിലെ ജോർജ് കുട്ടി സാറിനെ വിളിച്ച് അമ്പിളിയുടെ കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്നെ എൻട്രൻസ് കടത്തിവിട്ടത് ജോർജ് കുട്ടി സാറാ. പിന്നെ കുറച്ച് ജേണൽസ് കൂടിയുണ്ട്. ഇത് നോക്കി തീരുമ്പോ അതുകൂടി തരാം. ശരി മാഡം. എന്നാ ഞാൻ പോട്ടെ. എന്തേലും ആവശ്യമുണ്ടെങ്കിൽ അർച്ചനെ വിളിക്കാൻ നിൽക്കണ്ട, എന്നെ വിളിച്ചാൽ മതി. പോട്ടെ. ചേച്ചി. മോളെ, നീ സ്റ്റിച്ചിങ് സെന്ററിലാണോ? ഞാനങ്ങോട്ട് പോവാ ചേച്ചി. ഇറങ്ങാൻ അല്പം ലേറ്റായി പോയി. എന്നാ മോളിന്ന് ബാങ്കിൽ കയറണം. ചേച്ചി 15,000 രൂപ നിന്റെ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്. കിട്ടുന്ന പണം മുഴുവൻ ബാങ്കിലിട്ടാ ചേച്ചിയുടെ കയ്യിലൊന്നും വേണ്ടേ? ഇവിടെ എനിക്ക് എന്താ ആവശ്യമുള്ളത്? ഫുഡും അക്കോമഡേഷനും ഒക്കെ കമ്പനി തരുന്നുണ്ട്. ഓഫീസിലേക്കാണെങ്കിൽ നടന്നു പോകാനുള്ള ദൂരം. എങ്കിലും കുറച്ച് പൈസ കയ്യിൽ വെച്ചിട്ട് അയച്ചാ മതിയായിരുന്നു. എന്റെ സൗകര്യമൊന്നും നീ നോക്കണ്ട. മോൾ ഇപ്പൊ തന്നെ ബാങ്കിൽ കയറി ആ പൈസ എടുക്കണം. അമ്പിളിക്ക് 10,000 രൂപ കൊടുത്തിട്ട് ബാക്കി വീട്ടു ചെലവിനെടുക്കണം.
എന്നാ ചെല്ല്. ഞാൻ ബാങ്കിന് മുന്നിലാ, വൈകിട്ട് വിളിക്കാം. ശരി ചേച്ചി. ഞാൻ നാളെ വീട്ടിലേക്ക് മടങ്ങും. ഇന്നലെ പോവാനിരുന്നതാ. മോന് പനിയായതുകൊണ്ടാ മാറ്റിവെച്ചത്. എടാ, നീ ചെയ്യുന്നതൊട്ട് ശരിയായ കാര്യമല്ല. ഞങ്ങളോട് എന്ത് വേണമെങ്കിലും ആയിക്കോ. നിരഞ്ജന എന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? അർച്ചനയെക്കുറിച്ച് എല്ലാം അറിഞ്ഞിട്ടും അവള് നിന്നെ വിശ്വസിച്ച് നിന്റെ കൂടെ നിന്നില്ലേ? ഭർത്താവിനൊരു കാമുകിയുള്ള വിവരം ഒരു പെണ്ണിനും അത്ര പെട്ടെന്നൊന്നും ഉൾക്കൊള്ളാനാവുന്ന കാര്യമല്ല. എന്നിട്ടും അവൾ അത് അവഗണിച്ചു. പക്ഷെ നീ അവളോട് ചെയ്തതെന്താ? ഇതൊക്കെ എത്രയോ വട്ടം നമ്മൾ സംസാരിച്ച് കഴിഞ്ഞ കാര്യമേ. നീ അവളോട് ചെയ്ത ചതി അവള് തിരിച്ചറിഞ്ഞ പിന്നെ എന്താ സംഭവിക്കാന്ന് നിനക്കറിയാലോ. നിരഞ്ജന പിന്നെ ഒരു നിമിഷം പോലും നിന്റെ കൂടെ ഉണ്ടാവില്ല. വിശ്വാസവഞ്ചനയാ നീ കാണിക്കുന്നത്. ഒരു പുരുഷൻ താലി കെട്ടിയ പെണ്ണിനോട് ഇതേ കൂടുതൽ ഒരു ചതി ചെയ്യാനില്ല. അതൊന്ന് ഓർത്തു വെച്ചിരുന്നാ നല്ലത്. നീ മനസ്സിൽ കണ്ടതെല്ലാം നിറവേറ്റി. ഞങ്ങള് നിന്റെ മുന്നിൽ തോറ്റു. ഇനി നീ ഞങ്ങളെ നിലത്തിട്ട് ചവിട്ടി അരച്ചാലും ഞങ്ങളത് സഹിക്കും. നിന്റെ ഒപ്പം എന്തിനും കൂടെ നിന്ന ഇപ്പോഴും നിന്നെ വിശ്വസിക്കുന്ന ഒരു പെണ്ണിനോട് നീ ചെയ്തുകൊണ്ടിരിക്കുന്ന അപരാധത്തിന് മാപ്പില്ല മോനെ. അർച്ചന നീ മുമ്പ് സ്നേഹിച്ചിരുന്ന പെണ്ണാ. നിരഞ്ജന നിന്റെ ഭാര്യയും. ആ തിരിച്ചറിവെങ്കിലും നിനക്കുണ്ടാവണം. ജീവിതത്തിൽ ആർക്കും ആഗ്രഹിക്കുന്നതെല്ലാം നേടാൻ കഴിയില്ല. ചിലതൊക്കെ നമുക്ക് മറക്കേണ്ടി വരും. അർച്ചനെ നീ മറക്കണം. നീ അതിന് തയ്യാറല്ലെങ്കിൽ എന്തിന് നിരഞ്ജനെ കൂടി ഇതിലേക്ക് വലിച്ചഴിച്ചു? മതിയമ്മേ. നീ ചിന്തിക്കും മോനെ. ഇനിയും ഞങ്ങളെ തോൽപ്പിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ അത് വേണ്ട. നിന്റെ അച്ഛൻ എന്നെ തോറ്റുകഴിഞ്ഞു. ശവത്തിനോട് ആരും പ്രതികാരം ചെയ്യാറില്ല. മരിച്ചു കഴിഞ്ഞ ശത്രുവിന് പോലും സഹതാപമേ ഉണ്ടാവൂ. ഇനി എനിക്ക് നിന്നോടൊന്നും പറയാനില്ല. മാഡം എന്തിനാ വാതിലടച്ച്? നിന്നോട് നിരഞ്ജന എന്താ പറഞ്ഞത്? അവളുടെയും സുധിയുടെയും ലവ് മാരേജ് ആണെന്നോ? ആ അതെ മാഡം. എന്താ അങ്ങനെ തന്നെയല്ലേ? അല്ല, കള്ളോ അവള് പറഞ്ഞത്. സുധിയുടെ തലയിൽ കെട്ടിവെച്ചതാ അവളെ. മാഡം എന്തൊക്കെയായി പറയുന്നേ? സത്യമാ ഞാൻ പറഞ്ഞത്. സുധി മറ്റൊരുത്തിയെ പ്രേമിച്ചിരുന്നു. അവളുടെ പേര് വരെ എനിക്കറിയാം. അർച്ചന. സത്യമാ ഞാൻ പറഞ്ഞത്. സുധി മറ്റൊരുത്തിയെ പ്രേമിച്ചിരുന്നു. അവളുടെ പേര് വരെ എനിക്കറിയാം. അർച്ചന. നീയൊന്നും ഞെട്ടിയില്ലേ? ഞെട്ടും. അത്രയ്ക്ക് പച്ച കള്ളമല്ലേ അവള് തട്ടിവിട്ടത്. മാഡം ഇതെങ്ങനെ അറിഞ്ഞു? ജയന്തി സുധിയോട് ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. അർച്ചനയെ ഓർത്ത് ജീവിക്കാതെ മോനിങ്ങ് തിരിച്ചു പോരാൻ. എന്താ അതിന്റെ മീനിങ്? സുധി ഇപ്പോഴും അർച്ചനയെ സ്നേഹിക്കുന്നല്ലേ? അവന്റെ മനസ്സ് കീഴടക്കിയ പെണ്ണ് അവളാ. ആ അർച്ചനയെ കണ്ടെത്തുകയാ ഇനി ഭാമിനിയുടെ ലക്ഷ്യം. അവളെ കണ്ടെത്തിയാ അത് വെച്ച് ഞാനൊരു കളി കളിക്കും. സുധിയുടെ മുന്നില് ഞാൻ അവളെ എത്തിക്കും. മാഡം അങ്ങനെ ചെയ്താ നിരഞ്ജന മാഡത്തിന്റെ ജീവിതം തകരും. നീ എന്താ കരുതിയത്? അവര് സ്നേഹിച്ച് വിശ്വസിച്ച് ഒരേ മനസ്സോടെ ജീവിക്കുകയാണെന്നോ? അല്ലടി ആലീസേ, ശരിക്കൊരു അഡ്ജസ്റ്റ്മെന്റ് ലൈഫാ അവരുടേത്. സുധിയുടെ മുഖം കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. എപ്പോഴൊരു വിഷാദ ഭാവമായിരുന്നു അവൻ്റെത്.
മനസ്സിൽ മറ്റൊരു പെണ്ണുമായിട്ട് ജീവിക്കുമ്പോൾ എങ്ങനെ ഭാര്യയോട് നീതി പുലർത്താൻ കഴിയും? നീ എന്താടി ആലീസ ചിന്തിച്ച് നിൽക്കുന്നത്? അത് പിന്നെ ഓരോന്ന് കേട്ടപ്പോ അല്ല, ഇതൊക്കെ സത്യമാണോ? മാഡം തെറ്റിദ്ധരിച്ചതാവില്ലേ? ഒന്ന് പോടി. ഭാമിനി അത്ര മണ്ടിയൊന്നും അല്ല. അവര് അഡ്ജസ്റ്റ്മെന്റ് ജീവിതം നയിച്ചിട്ടാണോ ഒരു കുഞ്ഞ് ജനിച്ചത്? സത്യം പറയാലോ, അത് അവരുടെ കുഞ്ഞാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിരഞ്ജനെ കണ്ട ഒന്ന് പെറ്റതാണെന്ന് തോന്നുകൂടി ആലീസെ. മുലപ്പാലില്ലാന്നൊക്കെ പറയുന്നത് കള്ളവാ. പ്രസവിക്കാത്തവൾക്ക് എവിടുന്ന് പാലുണ്ടാവാനാ? മാഡം അങ്ങനെ പറയരുത്. നിരഞ്ജന മാഡത്തിന്റെ വിവാഹം മുതലുള്ള ഫോട്ടോസ് ഞാൻ ആൽബത്തിൽ കണ്ടതാ. മാത്രമല്ല, ഗർഭാവസ്ഥയിലുള്ള ഫോട്ടോസും എല്ലാവരും പങ്കെടുത്ത നൂലേട്ട് ചടങ്ങിന്റെ ചിത്രങ്ങളും അതിലുണ്ട്. ഓ അതോ? അല്ലെങ്കിൽ തന്നെ ഒരു കുഞ്ഞ് ജനിക്കുന്നതിലൊക്കെ എന്തിരിക്കുന്നു? ഒരു ചടങ്ങ് പോലെ അതങ്ങ് നടന്നിട്ടുണ്ടാവും. പക്ഷേ അവന്റെ മനസ്സിൽ കയറാൻ അവൾക്ക് കഴിഞ്ഞിട്ടില്ല. മനസ്സിലാക്കാൻ ഇനിയും രഹസ്യങ്ങൾ ഒരുപാടുണ്ട്. അവളെയും കുഞ്ഞിനെയും താല്പര്യമില്ലാഞ്ഞിട്ടാ അവൻ സിംഗപ്പൂരിലേക്ക് പോയത്. മാഡം ഇങ്ങനൊക്കെ പറയുന്ന എന്തിനാ? നിരഞ്ജന മാഡത്തിന് ദോഷം വരാതിരിക്കാനല്ലേ മാഡം നോക്കേണ്ടത്? ഇങ്ങനെയൊരു ജീവിതം അവൾക്ക് എന്തിനാടി അലീസേ? അവളെ ഞാൻ എന്റെ വഴിക്ക് കൊണ്ടുവരും. ഇനി നിന്നോട് പറയാലോ, വെറുതെ അല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. നിരഞ്ജനെ ഉന്നം വെച്ച് തന്നെയാ. തിരിച്ചു പോകുന്നത് അവളെയും കൊണ്ടായിരിക്കും. അതിനിടയിൽ വന്നു പെട്ടതാ കുഞ്ഞ്. അതിനെ എങ്ങനെ ഒഴിവാക്കണമെന്നൊക്കെ എനിക്കറിയാം. എനിക്കതിന് നിന്റെ ആവശ്യമുണ്ട്. കണ്ടവന്റെ വീട്ടിലെ എച്ചിൽ പാത്രം കഴുകി ജീവിക്കേണ്ട ഗതികേട് നിനക്കൊണ്ടാവില്ല. നിന്നെ ഞാൻ രക്ഷിക്കും. ഇത് ഭാമിനി ഉണ്ണിത്താന്റെ വാക്കാ. ജയന്തിക്ക് ഇനിയും അവിടെ ഒന്നും മതിയായിട്ടില്ല. അത് പിന്നെ പ്രത്യേകിച്ച് പറയാനുണ്ടോ? ആ, ഹേമൻ വന്നെന്ന് തോന്നുന്നു. സർ, എന്തെങ്കിലും പുരോഗതി ഉണ്ടോ ഹേമ? ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് സർ. രാജപ്പന്റെ മകൾ രേവതിയുടെ SB അക്കൗണ്ടിലേക്ക് ഇന്ന് 12:30 15,000 രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ക്യാഷ് ഇട്ടത് ആരാണെന്ന് മനസ്സിലായില്ലേ? സുജയ് എന്നാണ് മനസ്സിലായത്. SBIയുടെ മൂന്നാർ ടൗൺ ബ്രാഞ്ചിലാ പണം ഇട്ടത്. മൂന്നാറിൽ നിന്നോ? അതെ സർ. ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്ത ആളിന്റെ വേറെ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ല. രേവതിയുടെ അക്കൗണ്ടിലേക്ക് ഇതിനു മുമ്പ് മൂന്നാറിന്ന് പണം വന്നിട്ടുണ്ടോ? ഇല്ല. രാജപ്പന്റെ ഒരു മകൾ അമ്പിളിയുടെ പേരിലും അതേ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്. അതിൽ മിനിമം ബാലൻസേ ഉള്ളൂ. പോസ്റ്റ് ഓഫീസിൽ അന്വേഷിച്ചപ്പോ കത്തോ മണി ഓർഡറോ വല്ലതും വന്നിട്ടുണ്ടോ? അന്വേഷിച്ചു. മണി ഓർഡർ വന്നിട്ടില്ല. കത്ത് വന്നതായും പോസ്റ്റ്മാൻ ഓർക്കുന്നില്ല. ക്യാഷ് ഇട്ടത് ആരാന്ന ഹേമൻ പറഞ്ഞ്? എന്താ മുഴുവൻ പേര്? സുജ വൈ. സുജ വൈ. വൈ ഇനിഷ്യലാവും. ക്യാഷ് ഇട്ടയാൾ കള്ളപ്പേരെഴുതിയാലും ഇനിഷ്യൽ സ്വന്തം തന്നെ വയ്ക്കാറുണ്ട്. അർച്ചനയുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ പേര് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം സർ. അവളുടെ അച്ഛൻ ക്രിസ്ത്യാനിയാണെന്നല്ലേ പറഞ്ഞു കേട്ടത്? അതെ. വൈ എന്നത് അമ്മയുടെ പേരിന്റെ ഇനിഷ്യലും ആകാം. യശോദ എന്ന പേരിൽ വൈ ഉണ്ടല്ലോ. വൈ അച്ഛന്റെ പേരിലുണ്ട്, യോഹന്നാൻ. അർച്ചനയുടെ മാതാപിതാക്കളുടെ പേര് ഹേമൻ കണ്ടുപിടിക്കണം സർ. എന്നാ ഹേമൻ ചെല്ല്. ശരി സർ. അത് അർച്ചനയാണോ എന്ന് നമുക്ക് പൂർണ്ണമായി ഉറപ്പ് പറയാൻ പറ്റില്ല. രാജപ്പന് വേറെയും ബന്ധുക്കളുണ്ടാവും. അയാളുടെ അവസ്ഥ അറിഞ്ഞ് അവരിൽ ആരെങ്കിലും സഹായിച്ചതായിക്കൂടെ? അങ്ങനെ വിശ്വസിച്ചിരിക്കാൻ നമുക്ക് കഴിയില്ല നടരാജ. അന്വേഷണം നടക്കട്ടെ. പിന്നെ അർച്ചനയാണെങ്കിൽ 15,000 രൂപ ഒന്നിച്ചിടാൻ അവൾക്ക് പെട്ടെന്ന് കഴിയും. അർച്ചന ചെന്നൈയിലാണെന്ന് രാജപ്പൻ പറയുന്നത് കള്ളമാണ്. അവള് കേരളം വിട്ട് ഒരിടത്തും പോയിട്ടില്ല. എന്റെ മനസ്സ് പറയുന്നത് അവിടെ തന്നെയാ പണം വിട്ടതെന്ന്. അർച്ചന മൂന്നാറിലുണ്ട്. എങ്കിൽ എങ്ങനെ അവൾ മൂന്നാറിലെത്തി? കുഞ്ഞിനെപ്പറ്റി എന്തെങ്കിലും വിവരം അവൾക്ക് കിട്ടിക്കാണും. ഇനിയുള്ള നമ്മുടെ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. നിരഞ്ജനയും കുഞ്ഞ് മൂന്നാറിലുണ്ട്. അർച്ചനയും ആ സ്ഥലത്ത് നിന്ന് എത്തിയിരിക്കുന്നു. ഇത്രയൊക്കെ മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ ഇനി അവളുള്ള സ്ഥലത്ത് നിന്നെത്താനും ഈ വിശ്വനാഥന് കഴിയും. കണ്ടുകിട്ടിയ ബാക്കി വച്ചേക്കില്ല ഞാൻ അവളെ.
മൂന്നാറിൽ തീരും അവള്. തീർത്തിട്ടേ വിശ്വനാഥൻ തിരിച്ചു വരൂ. അവളിട്ട കാശ് മുഴുവൻ നീ എടുത്തോ? പിന്നെ എടുക്കാതെ. അമ്പിളിക്ക് 10,000 രൂപ കൊടുക്കണം. ദാ നിന്റെ ഫീസ്. പിടിക്കടി, 10,000 രൂപയുണ്ട്. 10,000 രൂപ ഫീസ് കൊടുത്ത് പഠിക്കാനുള്ള യോഗമൊന്നും നമുക്കില്ല. ഇത് ഞാൻ ആവശ്യപ്പെട്ടതൊന്നുമല്ല. വീട്ടിലെ അവസ്ഥ കാണുമ്പോൾ ഇതവിടെ കൊണ്ട് കൊടുക്കാനും തോന്നുന്നില്ല. അമ്മ അതും ഇതും പറഞ്ഞ് അവളെ വിഷമിപ്പിക്കരുത്. അച്ചുവേച്ചി പറയുന്നു, നമ്മൾ അനുസരിക്കുന്നു. നീ അത് ബാഗിൽ കൊണ്ടുവന്ന് വെക്ക്. അവൾക്ക് വലിയ സങ്കടമുണ്ട്. ഞാൻ അറിയാത്തോണ്ട് ചോദിക്കുക. ഈ ഫീസൊക്കെ കൊടുത്ത് എത്ര കാലത്തേക്കെന്ന് വെച്ചാ അവളെ പഠിപ്പിക്കുന്നത്? ഇത് കോച്ചിങ് അല്ലേ. അവളുടെ അഡ്മിഷൻ ആവുമ്പോ അച്ചുവേച്ചിക്ക് ജോലി കിട്ടും. എല്ലാം മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെ ആകാതിരുന്നാ മതി. നീ ഒന്ന് വായടക്ക് ശ്യാമളെ. എന്റെ മോള് നന്നായിട്ട് പഠിക്കും. നമ്മളായിട്ട് ഒരു സ്വപ്നവും കാണണ്ട. ഒന്നും അറിയാത്തവളല്ല അർച്ചന. അവളെ എവിടെ കൊണ്ടെത്തിക്കാമെന്ന് അർച്ചനയ്ക്കറിയാം. അവക്കൊരാപത്തും വരാതിരുന്നാ മതി. 5,000 രൂപ മിച്ചമുണ്ട്. അച്ഛന്റെ മരുന്നിന് 2,000-ന് പുറത്താവും. എനിക്ക് ഈ മാസത്തെ ശമ്പളം കൂടുതലൊന്നും കിട്ടാൻ പോകുന്നില്ല. ഒരു മാസം പിടിച്ചു നിൽക്കാൻ ഇത് മതി മോളെ. കറണ്ട് ബില്ല് ഈ മാസം അടയ്ക്കണം. ഗ്യാസും വരും. പിന്നെ ബാക്കി എന്താ ഉള്ളത്? അമ്മ ഇത് വെച്ചോ. നിൽക്കുമ്പോ ഒരു മരമാ. വീണാ പിന്നെ തടിക്ക് പോലും കൊള്ളില്ല. അതാ മനുഷ്യന്റെ സ്ഥിതി. നിങ്ങൾ വിഷമിക്കാതിരിക്കെ. അർച്ചനയ്ക്ക് ഇങ്ങനൊരു മനസ്സുണ്ടായെന്ന് തന്നെ ഭാഗ്യമായിട്ട് കരുതണം. അവള് പറയാറുണ്ട്, നമുക്കും ജീവിക്കണം, ഈ നാട് വിട്ടു പോകണം എന്നൊക്കെ. അത് നടക്കും. ചിറ്റപ്പന്റെ മരുന്ന് പൈസയില്ലെന്ന് വെച്ച് മുടക്കിക്കളയല്ലേ മോളെ. മറ്റു രോഗം പോലും ഒന്നും അല്ലല്ലോ ഇത്. മുറിവുണങ്ങിക്കഴിഞ്ഞാൽ അതിനുവേണ്ടി പിന്നെ പണം ചെലവാക്കേണ്ട കാര്യമില്ല. രേവതിക്ക് കിട്ടുന്ന ശമ്പളം കൂടിയാവുമ്പോൾ ഈ മാസം അങ്ങ് കടന്നു പോകും. അവളും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞങ്ങളുടെ ടെൻഷൻ അതൊന്നുമല്ല. SP-യും ഭാര്യയും വന്ന് അച്ചുവേച്ചിയെ കണ്ടു കഴിഞ്ഞു. ഇനി ആ നടരാജൻ വക്കീല് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ കയറി വരുമെന്ന്. SP-യും ഭാര്യയും മാത്രമല്ലല്ലോ, നിരഞ്ജനെയും കണ്ടു. നിരഞ്ജന ഇവിടെ നിന്ന് പോകുന്നത് വരെ നടരാജൻ വക്കീലിന് വരാനാവില്ല. സുധിയും നിരഞ്ജനയും അവരോട് പറഞ്ഞിട്ടുള്ളത് സിംഗപ്പൂരാണെന്നാ. അതല്ലേ മോളെ അച്ചുവേച്ചിക്ക് ഇത്ര ധൈര്യം. നീ ധൈര്യമായിട്ടിരിക്കെ. ഒരു ഭാഗത്ത് SP-യും കൂട്ടരും അച്ചുവേച്ചിക്ക് വേണ്ടി ഭ്രാന്ത് പിടിച്ച് ഓടി നടക്കുന്നു. പക്ഷെ അച്ചുവേച്ചി ഉള്ളത് അയാളുടെ കൺമുൻപിലും. ഇങ്ങനെ എത്ര കാലം മുന്നോട്ട് പോകാൻ പറ്റും? നാളെ എന്ത് സംഭവിക്കുമെന്ന് പേടിച്ച് ആർക്കും ജീവിക്കാനാവില്ല. നമ്മുടെ മുമ്പിൽ ഇന്നും ഇന്നലെ മാത്രമേ ഉള്ളൂ. അത് അച്ചുവേച്ചിയുടെ വിശ്വാസം. സുധിയുടെ അമ്മ നല്ല സ്ത്രീയാണെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇപ്പോഴും അവരുടെ മനസ്സിൽ സുധി സ്നേഹിച്ച അർച്ചനയെപ്പറ്റി ഒരലിവുണ്ട്. പലവട്ടം നേരിട്ട് പറയാതെ തന്നെ ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നെ തിരിച്ചറിഞ്ഞാലും അവരെ അറിയിച്ചുകൊണ്ട് സുധിയുടെ അച്ഛൻ എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. സുധിസേറിന്റെ അമ്മയെ അറിയിച്ചിട്ടൊന്നും അല്ലല്ലോ അയാളും ആൾക്കാരും അന്നിവിടെ വന്നത്. അച്ചുവേച്ചിയെ തിരിച്ചറിഞ്ഞാലും അയാൾ അവരെ അറിയിക്കില്ല. അതെനിക്കറിയാം. സുധിസേറിന്റെ അമ്മ പോകുന്നതിന് മുമ്പ് അച്ചുവേച്ചി അവരുടെ നമ്പർ വാങ്ങി വെക്കണം. പിടിക്കപ്പെട്ടെന്ന് തോന്നിയ ആ നിമിഷം അച്ചുവേച്ചി സുധിസാറിന്റെ അമ്മയെ വിളിച്ച് വിവരം പറയണം. നീ ഒരു IPS കാരി ആവേണ്ടതാ. എന്താ ഞാൻ പറഞ്ഞ സത്യമല്ലേ? സത്യം. അച്ചുവേച്ചി അത് ചെയ്യണം. ആർക്കും ഭാവിയിൽ ഒരു ശല്യമാവില്ലെന്ന് അച്ചുവേച്ചി അവരോട് പറയണം. അവരച്ചുവേച്ചി ഉപദ്രവിക്കാൻ സമ്മതിക്കില്ല. ഫോൺ നമ്പർ ഞാൻ വാങ്ങാം. പിടിക്കപ്പെട്ടാൽ
നിരഞ്ജനയുടെ മുന്നിൽ വെച്ച് SP അച്ചുവേച്ചി ഒന്നും ചെയ്യില്ല. അയാളുടെ ഉദ്ദേശം മനസ്സിലാക്കാൻ പറ്റിയ രക്ഷപ്പെട്ടു.